ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് വചനം കേൾക്കാം. ദൈവമേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഈ നിമിഷം ഞങ്ങൾക്ക് ഇവിടെ ആയിരിക്കുവാനും ഈ ഒരു അവസരം ഒരുക്കി തന്നതിനാൽ സ്തോത്രം. ഞങ്ങളാരും കർത്താവെ നിന്റെ സന്നിധിയിൽ യോഗ്യരല്ലല്ലോ പിതാവേ. എന്നാൽ നിന്റെ വചനം സത്യമാണല്ലോ. ആ സത്യത്തെ കർത്താവെ ഞങ്ങൾക്ക് ശ്രവിക്കുവാനും അത് മനസ്സിലാക്കുവാനും കർത്താവെ നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ തന്നെ ആയിരിക്കുവാനും ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാനും കർത്താവെ സഹായിച്ച് അനുഗ്രഹിക്കാനും യേശുവിൻ തന്നുമായ നാമത്തിൽ തന്നെ. പൊതുവെ വചന ശുശ്രൂഷ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അതിൻ്റെതായ ചെറിയൊരു ആദ്യമുണ്ട്, ക്ഷമിക്കണം. കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കാമല്ലോ. സങ്കീർത്തനം എന്ന് പറയുന്ന പുസ്തകം, നമ്മൾ സങ്കീർത്തനം പുസ്തകം എന്ന് പറഞ്ഞ് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പോകുന്ന കാര്യങ്ങൾ എന്താണ്? സങ്കീർത്തന പുസ്തകം എന്ന് പറയുമ്പോൾ പാട്ടുകൾ, ദൈവത്തെ ആരാധിക്കാൻ ആരാധിച്ച അനേകർ, ദൈവ സന്നിധിയിൽ ജീവിച്ചു വളർന്നവർ ആരാധിച്ച ഭാഗങ്ങൾ, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാനായി നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ, ആ സമയത്ത് നമ്മൾ മാനസികമായി കടന്നു പോകുമ്പോൾ നമ്മൾ ഓടി ചെല്ലുന്ന സങ്കീർത്തന ഭാഗത്തോട്ട് ആണ്. അതുപോലെ തന്നെ ദൈവം എത്രത്തോളം വലിയവനാണെന്ന് മനസ്സിലാക്കുവാനും നമ്മൾ സങ്കീർത്തനങ്ങൾ വായിക്കാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇതേമാതിരി ഒരു സാഹചര്യം വന്നപ്പോൾ, നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ അനുഭവപ്പെട്ട ഒരു കാര്യമായിരിക്കും. പല സാഹചര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ദൈവസന്നിധിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന കാലഘട്ടങ്ങളും, പലപ്പോഴും എല്ലാ രീതിയിലും തളർന്ന് വീണ് ഇനി തിരിച്ചൊരു മടങ്ങി ഒരു വരവ് വേണമെന്ന് പറഞ്ഞ് നമ്മൾ ആഗ്രഹിക്കുന്ന കാലഘട്ടങ്ങളും ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഞാനിതുപോലെ വിചാരിച്ചു, അയ്യോ ഇനി ശരിയാവത്തില്ല, ദൈവസന്നിധിയിൽ പോകണം, യാചിക്കണം, ദൈവവചനം പഠിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്ന് ന്യൂ ടെസ്റ്റ്മെന്റിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ വായിച്ച് പഠിച്ച് നിൽക്കണം. അതുപോലെ തന്നെ സങ്കീർത്തനം പഠിക്കേണ്ട ഒരു ഇതാണല്ലോ. ദൈവമക്കൾ പാടി സ്തുതിച്ച സങ്കീർത്തനങ്ങൾ ആണല്ലോ അതിലുള്ളത്. എന്നാൽ ആ സങ്കീർത്തനങ്ങളും പാടി പഠിച്ച് വളരണം, ദൈവത്തിൽ ആശ്രയിച്ച് വളരണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ സങ്കീർത്തന പുസ്തകം എടുത്ത് ആദ്യത്തെ സങ്കീർത്തനം എടുത്ത് വായിച്ചു. അതോടെ മതിയെ. ആദ്യത്തെ സങ്കീർത്തനം നമുക്ക് നന്നായിട്ട് അറിയാം. സങ്കീർത്തനങ്ങൾ ബാക്കിയുള്ളത് നമ്മൾ എങ്ങനെയാണോ കാണുന്നത് അതുപോലെയല്ല. തുടക്കം തന്നെ ആ സങ്കീർത്തനം വായിക്കുമ്പോൾ എന്താണ് സത്യമായി അവിടെ സംഭവിക്കുന്നത്? അവിടെ നമ്മുടെ ഒരു റിഫ്ലക്ഷൻ, പ്രതിഫലനമാണ് അവിടെ സംഭവിക്കുന്നത്. നമ്മൾ വെള്ളത്തിലോട്ട് നോക്കുമ്പോൾ നമ്മളെ കാണുന്ന ആ പ്രതിഫലനമാണ് നമ്മളവിടെ കാണുന്നത്. ഇപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കീർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ആലയമാണ്. ആ ആലയത്തിലോട്ട് നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ വാതിൽ പോലെയാണ് സങ്കീർത്തനം 1 നിൽക്കുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഗാർഡൻ ഓഫ് ഈഡനിൽ വാതിൽ വെച്ച് ആ ട്രീ ഓഫ് ലൈഫ് സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത് പോലെ, അത് നമ്മൾ വീഴ്ചയ്ക്ക് ശേഷമാണ് യെറ്റ്. എന്നതുപോലെ ദൈവത്തിൻ്റെ ആലയത്തിലോട് പ്രവേശിക്കുന്ന സമയത്ത് ഇരിക്കുന്ന ഒരു 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 കവാടം പോലെയാണ് സങ്കീർത്തനം 1 നിൽക്കുന്നത്. നമ്മൾ ആ കവാടത്തിലോട്ട് ഒന്ന് ഇമാജിൻ ചെയ്യുക. നമ്മൾ ആ കവാടത്തിലോട്ട് നമ്മൾ പ്രവേശിക്കാനായിട്ട് പോകുന്ന സമയത്ത് അവിടെ നമ്മുടെ പ്രതിഫലമാണ് അവിടെ കാണുന്നത്, നമ്മുടെ റിഫ്ലക്ഷനാണ് കാണുന്നത്. എന്താണ് ആ റിഫ്ലക്ഷനിൽ കാണുന്നത്? നമ്മളെ ദൈവം കാണിച്ചു തരികയാണ് നമ്മൾ ആരാണ്, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, നമ്മൾ എന്ത് യോഗ്യരാണ് ഉള്ളത് എന്ന് കാണിക്കുന്ന ഒരു ഭാഗമാണ് സങ്കീർത്തനം 1. അങ്ങനെ നമ്മൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ദൈവം എന്താണ് നമ്മളിൽ നിന്ന് സത്യമായി എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ബിക്കോസ് ദൈവം നമ്മളിൽ അത്രയും കൺസേൺഡ് ആണ്. ദൈവം അത്രയും നമ്മളിൽ നമ്മൾ ആരാണ്, എവിടെയാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കി നമ്മുടെ റിപ്പൻറ്റൻസ്, നമ്മൾ ദൈവത്തോട് യാചിച്ച് നുറുങ്ങിയ ഹൃദയത്തോടെ ദൈവസന്നിധിയിലോട്ട് പ്രവേശിക്കാനായിട്ട് ആണ് ദൈവം വിളിക്കുന്നത്. പണ്ടത്തെ കാലത്തൊക്കെ നമുക്ക് അറിയാം, പല ഭവനങ്ങളിലൊക്കെ നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് അവർ പറയും കൈയും കാലൊക്കെ കഴുകിയിട്ട് ഉള്ളോട്ട് കയറുക. അതുപോലെ തന്നെ വീട്ടിൽ വരുന്ന എല്ലാവരും അകത്തോട്ട് കയറ്റത്തില്ല, വേണ്ടപ്പെട്ടവരെ മാത്രമാണ് അകത്തോട്ട് കയറ്റുന്നത്. എന്നാൽ അതവിടെ പുറമേ ഉള്ള ഒരു ശുദ്ധിയാണ് അവിടെ കാണിക്കുന്നതെങ്കിലും, അതുപോലെ ആ ആളെ നമുക്ക് അറിയാമോ എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ആളെ അകത്തോട്ട് കയറ്റത്തുള്ളൂ എന്നിരിക്കെ, പക്ഷെ ഇവിടെ
ഈ സങ്കീർത്തന ഭാഗത്ത് നമ്മുടെ പുറമേയുള്ള ശുദ്ധിയല്ല, നമ്മുടെ ആന്തരികമായ ശുദ്ധിയാണ് ദൈവം അവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആന്തരിക ശുദ്ധി വരുവാനുള്ള ഒരു വഴികാട്ടലാണ്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ വചനത്തിൻ്റെ അടിസ്ഥാനപരമായ എല്ലാ രീതിയിലും ഉള്ള ഒരു ഉള്ളടക്കമാണ് സങ്കീർത്തനം 1 തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ആന്തരികമായ ക്ലീൻനെസ്, ആ ഒരു ശുദ്ധീകരണം ദൈവം അവിടെ ചെയ്യുവാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണിച്ചു തന്ന് നമ്മൾ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് മുമ്പിലോട്ട് പോകാനായിട്ടുള്ളൊരു വഴിയാണ്. നമുക്ക് സങ്കീർത്തനം ഒന്ന് എടുത്ത് നമുക്ക് വായിക്കാം. അതിനു മുമ്പ് സങ്കീർത്തനം 1 നമുക്ക് 3 ഘട്ടമായിട്ട് സങ്കീർത്തനം 1 നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും. ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ നീതിമാന്മാരായ ബ്ലസ്ഡ് മാനെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തെ ഘട്ടം ഒരു വൃക്ഷത്തെ, മൂന്നാമത്തെ ഘട്ടം ലാസ്റ്റ് പോർഷൻ, ആ വൃക്ഷത്തിന്റെ ഭാഗം കഴിഞ്ഞതിന് ശേഷമുള്ള ലാസ്റ്റ് പോർഷൻ. അതിന് നമ്മൾ ഒന്നാമത്തെ ഭാഗം മൂന്നാമത്തെ ഭാഗം നമുക്ക് ഒരേ രീതിയിൽ കൂട്ടിച്ചേർത്ത് വായിക്കാം. അതിൽ പറയുന്ന ഒന്നാമത്തെ ഭാഗത്ത് പറയുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും എന്നാണ് പറയുന്നത്. അതിനുശേഷം രണ്ടാം വാക്യത്തിൽ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ ഭാഗ്യവാനായ മനുഷ്യൻ, ആ ബ്ലസ്സഡ് മാൻ എന്താണ്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും. അപ്പോൾ ഒരു വാക്ക് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു. നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും. ദുഷ്ടന്മാരുടെ ഞാൻ നടക്കാറില്ല. പാപികളുടെ വഴിയിൽ നിൽക്കാതെയും, പാപികളായി നടക്കുന്നവരുടെ വഴിയിൽ ഞാൻ കഷ്ടപ്പെട്ടു പോയി നിൽക്കാറില്ല. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും, പരിഹാസികളായിട്ട് ഇരിക്കുന്നവർ അവരവരിയ്ക്കട്ടെ, ഞാൻ അവരെ പരിഹസിക്കാനോ ഒന്നും ഞാൻ പോകുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ 3 കാര്യങ്ങൾ തെറ്റാണെന്ന്. പക്ഷെ ഒരു നിമിഷം നമ്മളൊന്ന് ആലോചിച്ച് വയ്ക്കുക, നമ്മൾ തന്നെയാണ് ഈ 3 വഴികളും. ഈ 3 വഴികളും എന്ന് പറയുമ്പോൾ ദുഷ്ടന്മാരുടെ ആലോചന, എല്ലാ രീതിയിലും യോഗ്യരായവരാണ് നമ്മൾ. ദുഷ്ടന്മാരുടെ എല്ലാ ആലോചനയും നമുക്കുണ്ട്. ആ വഴിയിൽ വല്ലവരും വന്നിരിക്കാനാണ് നമ്മൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. പാപികളുടെ വഴിയിൽ നിൽക്കാതെയും, പാപത്തിന് പിന്നെ പറയേണ്ട കാര്യമില്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെ അറിഞ്ഞും അറിയാതെ നമ്മൾ ചെയ്യുന്നുണ്ട് പാപങ്ങൾ എന്ന് നമ്മൾ ശോധന ചെയ്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രേരണയിലാണ് വെളിപ്പെട്ട് അറിയുന്നത്, കുറച്ച് കാണുന്നു എന്ന് പറയുമ്പോൾ അവിടെ വേറൊരു കാര്യമുണ്ട്. ദൈവത്തിന്റെ ആലോചന അല്ലാത്ത ഒരു ആലോചനയിൽ ഇരിക്കുന്നത് തന്നെ ഒരു, അതിൽ പാപികളുണ്ട്, പരിഹാസികളുണ്ട്, എല്ലാം ഉണ്ട്. സോ അപ്പൊ അങ്ങനെ ഇരിക്കുക, ദൈവത്തിനെ നിന്ദിക്കുന്ന കാര്യം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എല്ലാ രീതിയിലും ദൈവികമായിട്ട് ചിന്തിച്ചാണ് വരെ രാത്രി കിടന്നുറങ്ങുമ്പോൾ പോലും നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും, നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ എല്ലാത്തിലും ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെയാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ ഇരിക്കുന്നവന്റെ കാര്യമാണ് രണ്ടാമത്തെ വചനത്തിൽ പറയുന്നത്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്. ചുരുക്കം പറഞ്ഞ എല്ലാ കാര്യത്തിലും യഹോവയുടെ വചനത്തിൽ നമ്മൾ സന്തോഷിച്ച് ആനന്ദിച്ച് ആണോ നമ്മൾ ദൈനംദിനം ഇരിക്കുന്നത്? കാലത്ത് എണീക്കുമ്പോൾ നമ്മൾ സമയത്തായാലും നമ്മൾ സ്കൂളിൽ പോകുന്നില്ല, കൂട്ടുകാരായിട്ട് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ അനേക കാര്യങ്ങൾ, ജോലി സ്ഥലത്തായാലും ചെയ്യുന്ന പ്രവർത്തികളായാലും ചിന്തിക്കുന്ന കാര്യങ്ങളിലായാലും എല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ രീതിയിലും ദൈവത്തിന് ന്യായ അടിസ്ഥാന പ്രകാരമാണോ? അങ്ങനെ ഉള്ള ഒരാൾ താഴെ നമുക്ക് വായിക്കുവാണെങ്കിൽ, 4-ാമത്തെ വാക്യം എടുത്ത് വായിക്കുവാണെങ്കിൽ, അങ്ങനെയല്ല, അവർ പതിര് പോലെ അത്രേ, കാറ്റ് പറത്തുന്ന പതിര് പോലെയാണ് എന്നാണ് പറയുന്നത് ഈ പറഞ്ഞ ദുഷ്ടന്മാർ. അപ്പൊ ദുഷ്ടന്മാർക്ക് വെച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഹസ്ക്, അതായത് ചാഫ്, കാറ്റിൽ നമ്മൾ പാറ്റുന്ന സമയത്ത് പറന്നു പോകുന്നത് പോലെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ദൈവവചനത്തിൽ അറിയാം. ആ പതിര് പോലെ പറന്നു പോകുന്നതിന് എന്താണ് വെച്ചിട്ടുള്ളത് എന്നുള്ളത്, അത് അവസാനം കത്തിച്ച് കളയാണ് ചെയ്യുന്നത്.
അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് ഉള്ളത്. ഈ പറഞ്ഞതല്ലാത്ത ഒരാളുടെ ഫലമാണ് നമ്മൾ രണ്ടാം ഭാഗമായ ആ വൃക്ഷത്തിൽ കാണുന്നത്. ആ വൃക്ഷത്തിൽ പറഞ്ഞ ഫലത്തിന്റെ ഭാഗം നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന, തക്ക കാലത്തു ഫലം കായ്ക്കുന്ന, ഇലപാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. തക്ക കാലത്തു ഫലം കായ്ക്കുന്നതും ഇലപാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. തക്കമായ സമയത്ത് ഫലം കായ്ക്കുന്നു, ഇലപാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഈ മുകളിൽ പറഞ്ഞ ഒന്നാം ഭാഗവും മൂന്നാം ഭാഗത്തിന് യോഗ്യരായ ഒരാൾക്ക് ഇതിൽ പറഞ്ഞ ഫലം കായ്ക്കുവാനായി സാധിക്കുമോ? ഇതിൽ പറഞ്ഞ ഔട്ട്കം വരുവാനായിട്ട് സാധിക്കുമോ? ആ രീതിയിൽ ഒരു റൈച്ചസ് മാൻ അല്ലെങ്കിൽ ഒരു ബ്ലസ്സഡ് മാനെ കുറിച്ച് പറയുമ്പോൾ ഈ രീതിയിൽ ദൈവത്തിന്റെ വചനത്തിൽ ഡിലൈറ്റ്ഫുൾ ആയിട്ട് ഇരിക്കുന്ന ഒരാൾക്കാണ് ഈ ഫലം കായ്ക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മളെ ഈ വൃക്ഷത്തിൽ വെച്ച് നോക്കുമ്പോൾ, നമ്മൾ ദൈവസന്നിധിയിലോട്ട് പ്രവേശിക്കുന്ന സമയത്ത് നമ്മളെ ഈ വൃക്ഷം ഫലഭൂഷ്ടമായി ഇരിക്കുന്ന, ഫലം തന്നുകൊണ്ടിരിക്കുന്ന ഈ വൃക്ഷത്തെ നമ്മൾ സാമ്യമായി ചിന്തിച്ചു നോക്കുമ്പോൾ ഒരു രീതിയിൽ നമുക്ക് യോഗ്യത അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ ഈ ഫലം ലഭിക്കുന്ന ഒരു വൃക്ഷം നമുക്ക് നമ്മുടെ മനുഷ്യവംശത്തിൽ ഉണ്ട്. അതാരാണ്? ഈ ഫലം കായ്ക്കുന്നതും തക്കമായ സമയത്ത് ഫലം കായ്ക്കുന്നതും, അതുപോലെ തന്നെ അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും സാധ്യതയിലുള്ള. അതുപോലെ മാത്രമല്ല, അവസാനത്തെ വാക്യം വായിക്കുകയാണെങ്കിൽ യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു എന്നുള്ള രീതിയിൽ ഒരേ ഒരു മനുഷ്യനെ നമുക്ക് ഉള്ളൂ. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവായ യേശു ക്രിസ്തു ഈ പറഞ്ഞ വൃക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാ രീതിയിലും റൈച്ചസ് ആയ ഒരു മനുഷ്യനാണെന്നുള്ള എക്സാമ്പിൾ നമുക്ക് ഈ വൃക്ഷത്തിലൂടെ തന്നെ നമുക്ക് കാണുവാനായിട്ടും സാധിക്കും. നമ്മൾ ഈ വൃക്ഷത്തിന്റെ കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് ചോദിക്കുക, ഉൽപ്പത്തി ജെനിസിസിലും നമുക്ക് ജീവവൃക്ഷത്തെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റെവലേഷൻ ചാപ്റ്റർ 2 ചാപ്റ്റർ 22 നമുക്ക് ഇതേപോലെ തന്നെ ജീവവൃക്ഷത്തെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ യാത്രയുടെ ഇടയിൽ, ഈ ടൈം ലൈൻ്റെ ഇടയിൽ സാംസ് 1 നമുക്ക് ഈ ജീവവൃക്ഷത്തെ കാണും. പലയിടങ്ങളുണ്ട്, പക്ഷെ ഞാൻ ഇവിടെ എംഫസൈസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ സാംസ് 1 ഈ ജീവവൃക്ഷത്തെ നമുക്ക് കാണാം, ഒരു വൃക്ഷത്തെ കാണാം. ഈ വൃക്ഷത്തെ കാണുമ്പോൾ ഇതിൽ ഒരു മനുഷ്യരായ ഒരു റൈച്ചസ് മാനിനെ കുറിച്ചാണ് ഈ വൃക്ഷത്തെ കുറിച്ച് പറയുന്നത്. ഈ റൈച്ചസ് മാൻ, എല്ലാ രീതിയിലും യോഗ്യരായിട്ടുള്ള ഒരു റൈച്ചസ് മാൻ നമ്മൾ കണ്ടത് കർത്താവായ യേശു. നമുക്ക് ഇതിലൊരു എക്സാമ്പിൾ ആയിട്ട് വെക്കാനായിട്ട് സാധിക്കത്തുമില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ഫലം കായ്ക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ ഡിലൈറ്റ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഈ ഫലം നൽകിക്കൊണ്ട് വരാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്നാൽ എല്ലാ രീതിയിലും യോഗ്യനായ ഒരേ ഒരാള് ഈ വൃക്ഷത്തിലൂടെ നമ്മൾ കാണുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഇനി ഈ രണ്ടാം ഭാഗം, അതായത് ഈ വൃക്ഷത്തിനെ നമുക്ക് 3 തരമായിട്ട് കാണാനായിട്ട് സാധിക്കും. അതിലിപ്പോൾ ഒന്ന് തന്നെ പറഞ്ഞു, നമ്മളെ അതിലൂടെ നമുക്ക് പ്രതിഫലനമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നുള്ളത്. രണ്ടാമത് കർത്താവായ യേശു ക്രിസ്തു റൈച്ചസ് മാനായിട്ട് നമുക്ക് അതിന്റെ പ്രതിഫലനമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഈ റൈച്ചസ് മാൻ ഇവിടെ ആവുന്നതിന്റെ സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, തുടക്കം നമ്മുടെ ജോൺ ചാപ്റ്റർ 1 പറയുന്നത് പോലെ തന്നെ അവൻ തുടക്കത്തിലുണ്ടായിരുന്നു, അവൻ വചനമാകുന്നു, വചനം നമ്മളുടെ ഇടയിൽ വസിച്ചു. അവൻ നമ്മളിൽ വസിച്ചൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കാണിച്ചു തരുമായിരുന്നു ചെയ്ത്. അതുപോലെ തന്നെ ഈ വൃക്ഷത്തെ സാമ്യമാക്കി നമ്മളോട് ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞു വരുമ്പോൾ അവനും ഈ വൃക്ഷത്തെ പോലെ തന്നെ ഫലഭൂഷണമായ രീതിയിൽ വളർന്ന് നമ്മളെ കാണിച്ചു തന്ന ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. നമ്മളത് നോക്കുവാണെങ്കിൽ അതിൽ ആ വൃക്ഷത്തിന്റെ വൃക്ഷത്തെ കുറിച്ച് പറയുന്ന ആദ്യത്തെ വാക്യം നമ്മൾ വായിക്കുവാണെങ്കിൽ, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം, ആറ്റരികത്ത് നട്ടിരിക്കുന്നതും. അപ്പോൾ ഒന്ന് ആലോചിക്കുക, അവിടെ പറയുന്നത് വെച്ചാൽ ആ റിവർ ഒഴുകി വരുന്ന അതിൽ നട്ടിരിക്കുന്ന ഒരു വൃക്ഷമാണ്. ആ റിവർ എന്ന് പറഞ്ഞ പിതാവിൽ പൂർണ്ണമായി ആശ്രയിച്ച് ആ ആറ്റരികത്തിൽ നട്ടിരിക്കുന്ന വിത്ത്, ആ ആറ്റരികത്തിൽ നട്ടു. ഒന്ന് ആലോചിച്ച് നോക്കുക, വിത്ത് തന്നെത്താനല്ല പോയി സ്ഥലം തീരുമാനിക്കുന്നത്. ദൈവം പിതാവ് തീരുമാനിച്ച് വ്യക്തമായ ധാരണയിൽ ആ ആറ്റരികത്തിൽ ദൈവത്തെ നമുക്ക് വേണ്ടി ആ വിത്ത് അവിടെ നടുകയും
ആ വിത്ത് നട്ട് ആ വിത്ത് എന്ത് റൂട്ടഡായി, ഡീപ്പ് റൂട്ടഡ് ആയിട്ട് കർത്താവിൽ പിതാവിൽ ആശ്രയിച്ച് വളർന്ന് അത് വലിയൊരു വൃക്ഷമായി തീരുകയും ആ വൃക്ഷമായി തീർന്ന് അതെന്ത് ചെയ്തു, ഫലം കായ്ക്കുകയും ചെയ്തു. ആ ഫലം ഭക്ഷിക്കാനാണ് നമ്മളെ യോഗ്യരാക്കി തീർത്ത്. ഇനി ഈ വൃക്ഷത്തിലോട്ട് തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഈ വൃക്ഷത്തിലോട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ യോഗ്യരാക്കി തീർത്തത് എങ്ങനെ പറയുന്നു? ആ വൃക്ഷത്തിലോട്ട് തന്നെ നോക്കി നോക്കുക. ആ വൃക്ഷത്തിൽ നമ്മൾ ജോൺ ചാപ്റ്റർ 12 നമുക്ക് ജോൺ ചാപ്റ്റർ 15 നമുക്കറിയാം. ജോൺ ചാപ്റ്റർ 12 പറയുന്നത് ആ വിത്ത് മരിക്കാതെ അവിടെ ഒരു വഴി അവിടെ സാധിക്കുന്നില്ല എന്നത്. അപ്പോൾ പിതാവ് അവിടെ ആ വിത്തിനെ നട്ടുകൊണ്ടാണ് ആ കർത്താവായ യേശു ക്രിസ്തു നമുക്കായി ഒരു എക്സാമ്പിളായി ജീവിക്കുകയും നമുക്ക് വേണ്ടി ഒരു മോചകനായി ജീവിക്കുകയും ചെയ്തത്. അതിനുശേഷം നമുക്ക് ആ ഫലം ലഭിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇതിന് യോഗ്യരായി തീർന്നത്, നമ്മൾ ഇതിന് യോഗ്യരായി തീർന്നത് എന്ന് ഈ വൃക്ഷത്തിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ജോൺ ചാപ്റ്റർ 15 പറയുന്ന ഒരു വേദഭാഗ്യം ഉണ്ടല്ലോ, നമ്മൾ ഈ വൃക്ഷത്തിന്റെ ശാഖകളായി മാറുകയാണ്. അപ്പോൾ ഈ വിത്ത് പിതാവ് നിശ്ചയിച്ച് ഈ ഭൂമിയിൽ തന്നെ ഈ നദിയുടെ തീരത്ത് നട്ട് അത് വൃക്ഷമായി തീരുകയും അതിന്റെ ശാഖകളായിട്ടാണ് കർത്താവ് നമ്മളെ സ്വീകരിക്കുകയും ചെയ്ത് അവസാനം അത് ഫലം കായ്ക്കുന്ന രീതിയിലോട്ടാണ് നമുക്ക് അവിടെ ആ ഒരു വൃക്ഷത്തിന്റെ എക്സാമ്പിളായിട്ട് എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവന്റെ ഭാഗമായിട്ടാണ് നമ്മളെ അവൻ തീർക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്താണ്, ഈ ശാഖകൾക്ക് ഫലം തരണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഡിപ്പെൻഡ് ചെയ്യണം. കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ് നമ്മൾ പിതാവിലോട്ട് എത്തുന്നത്. അതിന് വ്യക്തമായ ഒരു വഴിയാണ് ദൈവം ഈ വൃക്ഷത്തിലൂടെ തന്നെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ താഴെ പറഞ്ഞ ഈ വിത്തിന്റെ കാര്യം പറയുമ്പോൾ ആ വിത്ത് അവിടെ നടന്ന സമയത്ത് നമുക്കറിയാം ആ വിത്ത് മരിക്കാതെ, ജോൺ ചാപ്റ്റർ 12 പറയുന്ന പോലെ ആ വിത്ത് മരിക്കാതെ ഇതിനൊരു വഴിയില്ല. അപ്പൊ കർത്താവ് യേശു നമ്മൾ ഇതിലൂടെ കാണുമ്പോൾ ആ റൈച്ചസ് മാൻ നമ്മൾ കാണുമ്പോൾ ആ വിത്ത് മരിച്ചതിന് ശേഷമാണ്, നമുക്കായ ഒരു യാഗമായതിനു ശേഷമാണ് ആ വിത്ത് അവിടെ നടുകയും നട്ടതിന് ശേഷം അത് വൃക്ഷമായി തീരുന്നത് നമ്മൾ കാണുന്നത്. ഇനി ഇങ്ങനെയാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് വളരേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇങ്ങനെയാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവ മക്കളായി തീർന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി ദൈവം പറയുന്നത് നമ്മളെ ഇതിലൂടെ കാണുമ്പോൾ ആദ്യം ഈ വൃക്ഷത്തെ നമ്മൾ 3 ആയിട്ട് കണ്ടു. ഒന്ന് ആ റൈച്ചസ് മാൻ, നമ്മൾ യോഗ്യരല്ലെന്ന് മനസ്സിലാക്കി. 2 കർത്താവായ യേശു ക്രിസ്തു എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടു. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി അവൻ നമ്മുടെ രക്ഷകനായി മാറുന്ന കാര്യം. ഇനി 3ാമത് നമ്മളെ തന്നെ അതിലൊന്ന് ചിന്തിച്ചു നോക്കുക. ആ വൃക്ഷം ഫലമായിട്ട് നൽകണമെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? തിരിച്ച് അതിലോട്ട് തന്നെ വരുമ്പോൾ ദൈവവചനത്തിൽ, അതായത് ഹിസ് ഡിലൈറ്റ് ഈസ് ഇൻ ദ ലോ ഓഫ് ദ ലോർഡ് എന്നാണ് പറയുന്നത്. ദൈവവചനത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിൽ ഒഴുകിയിരിക്കുന്ന ഒരാൾ, ആ നദി പരിശുദ്ധാത്മാവ്, ആ ദൈവത്തിന്റെ നദിയിൽ ഒഴുകിയിരിക്കുന്ന അവിടെ ഏത് വിത്തിനാണ് അവിടെ നടുന്നത്? പാറ്റിയപ്പോൾ പറന്നു പോയതല്ല. പാറ്റിയപ്പോൾ പറന്നുപോയി, അത് കത്തിക്കാനാണ് യോഗ്യത. പക്ഷെ അവിടെ പാറ്റിയപ്പോൾ പറന്നു പോകാത്തത് എന്താണ്? വിത്ത്. ആ വിത്ത് അവിടെ നടുമ്പോൾ ആ വിത്താണ് നമ്മൾ. ആ വിത്ത് നമ്മൾ അവിടെ നടന്ന സമയത്ത് നമ്മൾ മരിച്ച് ഉയർത്തെഴുന്നേറ്റു, കർത്താവിൽ ഉയർത്തെഴുന്നേറ്റു. ആ മരിച്ച വിത്തിനെയാണ് അവിടെ നടുന്നത്. ആ മരിച്ച വിത്ത് അവിടെ നട്ടു. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവൻ ഇതേപോലെ ഒരു വൃക്ഷമായി വരികയും അത് ഫലം കാക്കുകയും ചെയ്തു. നമ്മളിവിടെ കേട്ടു, ഇന്ന് ശുശ്രൂഷയുടെ ഇടയിൽ നമ്മൾ കേൾക്കുകയുണ്ടായി, നമ്മൾ ഒരു രീതിയിലും ദൈവത്തിന്റെ രീതിയിൽ, ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ റിഫ്ലക്ട് ചെയ്തിട്ടേ ഇല്ല. ഇവിടെ നമ്മുടെ ഒരു റിഫ്ലക്ഷൻ അല്ലേ ഇവിടെ നമ്മൾ കാണുന്നത്. അങ്ങനെ ഫലം കായ്ക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ ഡിലൈറ്റ് ചെയ്യണം എന്നാണ്. പക്ഷെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലും വീഴ്ചകളും എല്ലാം ഉണ്ട്. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? പിന്നെയും ഒരു ട്രാൻസ്ഫോർമേഷനാണ് സംഭവിക്കുന്നത്. ആ ഒരു ചെടി അവിടെ നടുമ്പോൾ ഒറ്റയടിക്ക് അത് വൃക്ഷമാവുന്നില്ല. നമ്മുടെ ലൈഫിൽ നമ്മൾ ഈ ചെടി വൃക്ഷമാവുന്നതിന്റെ ഇടയിൽ പല തട്ടത്തിലാണ് നമ്മൾ പലവരും നിൽക്കുന്നുണ്ടാവുക. അത് നമ്മൾ വീണ്ടും വീഴുമ്പോൾ ദൈവത്തിന്റെ ആലയത്തിലോട് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ സാംസ് 1 നമ്മുടെ മുമ്പിൽ നിൽക്കേണ്ടത്. നമ്മൾ എന്ത് യോഗ്യരാണുള്ളത്, എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത്? ഈ വൃക്ഷം ഏത് ലെവലിൽ വളർന്നു, മൊരടിച്ചോ ഇല്ലയോ എന്ന് വരുമ്പോൾ നമ്മൾ വീണ്ടും ഈ നദിയിലോട്ട് നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മൾ വീണ്ടും അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച് ഈ ചെടി പിന്നെയും എന്താണ് ഡീപ്പ് റൂട്ടഡ് ആയിട്ട് ദൈവത്തിൽ പിന്നെയും ആശ്രയിച്ച് ഈ ചെടി വീണ്ടും പിന്നെയും വളരുന്നു. അങ്ങനെ ആ ട്രാൻസ്ഫോർമേഷൻ സൈക്കിളാണ് നമുക്ക് ആവശ്യം, അല്ലാതെ ഒരു തളർച്ചയല്ല നമുക്ക് ആവശ്യം. എന്തുകൊണ്ട്? ഈ വിത്ത് ദൈവമാണ് നട്ടത്. ഈ വചനത്തിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ പിതാവ്
പുത്രനെ തക്കമായ സമയത്ത് മരിക്കാൻ ഇടയാക്കി അതിനുശേഷം വേണ്ട ഇടത്തിൽ നട്ട് നമുക്കൊരു എക്സാമ്പിളായി മാറിയ ഈ വൃക്ഷത്തിലൂടെ കാണിച്ചു തന്ന പോലെ തന്നെ പിതാവ് തന്നെയല്ലേ ഈ നദിയിൽ കൊണ്ട് നമ്മളെ കൊണ്ട് നട്ടത്. അവന്റെ തെരഞ്ഞെടുപ്പാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവൻ തെരഞ്ഞെടുത്തുകൊണ്ട് മാത്രമാണ് ഈ നദിയുടെ തീരത്ത് തന്നെ നമുക്ക് ആ നദിയിൽ നമുക്ക് ആയിരിക്കുവാനും മുഴുകി ഇരിക്കുവാനും നമുക്ക് സാധിക്കുന്നത്. അല്ലാതെ നമ്മളല്ല ദൈവത്തെ തെരഞ്ഞെടുത്തത്, അവനാണ് നമ്മളെ തെരഞ്ഞെടുത്തത്. അപ്പൊ എല്ലാ രീതിയിലും എല്ലാ സാരാംശത്തിലും നമുക്ക് നോക്കുവാണെങ്കിൽ ഈ വൃക്ഷത്തിൽ എല്ലാം ഉണ്ട്. ഈ വൃക്ഷത്തിൽ നമ്മൾ ആശ്രയിച്ച് ജീവവൃക്ഷം എന്ന് ഈ ജീവവൃക്ഷത്തെ ഫലം തരുന്ന ജീവവൃക്ഷത്തിന്റെ ഫലം കഴിക്കുവാൻ യോഗ്യരാക്കി തീർത്തതും നമ്മുടെ പിതാവും പുത്രനും ദൈവം തന്നെയാണ്. അവൻ നമ്മളെ യോഗ്യരാക്കി തീർത്തു. ആ യോഗ്യരാക്കി നമ്മൾ ഈ ദൈവത്തിൽ ആശ്രയിച്ച് വളരുമ്പോൾ നമ്മൾ പലയിടങ്ങളിൽ വീഴുകയും നമ്മൾ നല്ലൊരു പെർഫെക്റ്റ് എക്സാമ്പിളായിട്ട് നമ്മൾ നിന്നു എന്ന് ഇരിക്കത്തുമില്ല. അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ വീണ്ടും വീണ്ടും ദൈവത്തെ സ്തുതിക്കാനായിട്ട് ദൈവസന്നിധിയിലോട്ട് നമ്മൾ വരണ സമയത്ത് നമ്മൾ ആലോചിക്കണം, നമ്മൾ ഫലം കാക്കേണ്ട വൃക്ഷമാണ്. ആ ഫലം ബാക്കിയുള്ളവർക്ക് ആ ഫലം ഭക്ഷിപ്പാനുള്ള അവസരം ലഭിക്കുമ്പോൾ ഈ ഫലം എവിടെ നിന്ന് ലഭിച്ചു എന്ന് പറയുമ്പോൾ അവർ നമ്മളല്ല നോക്കുന്നേ, ഈ ബ്രാഞ്ചസ് കണക്ട് ചെയ്തിരിക്കുന്ന വൃക്ഷത്തെയാണ് നോക്കുന്നത്. ആ വൃക്ഷമാരാണ്? കർത്താവായ യേശുക്രിസ്തു. ആ കർത്താവായ യേശുക്രിസ്തു ആരിലാണ് ആശ്രയിച്ചിരിക്കുന്നത്? നമ്മുടെ മുമ്പാകെ തന്നെ എക്സാമ്പിളായിട്ട് പിതാവിൽ ആശ്രയിച്ചതുപോലെ നമ്മളും ദൈവത്തിൽ ആശ്രയിച്ച് വളരാനാണ് ഈ വൃക്ഷം നമ്മളെ കാണിച്ചു തരുന്നത്. അപ്പോൾ എന്താണ്, ബാക്കിയുള്ളവർ ഈ ഫലം ഭക്ഷിക്കുമ്പോൾ, നമ്മുടെ ഫലം ഭക്ഷിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ദൈവത്തിലോട്ട് അവർ തിരിഞ്ഞു നോക്കുന്നു. ആ രക്ഷ പ്രാപിക്കാനുള്ള ഒരു വഴി അവർക്ക് ലഭിക്കുന്നു. അവരുടെ ജീവൻ ദൈവത്തിനായി നൽകിക്കൊണ്ട് മരിക്കുകയും ഇതുപോലെ തന്നെ ഈ നദിയുടെ തീരത്ത് അവരും നടുകയാണ്. ആര്? പിതാവ് നടുകയാണ് കാണുന്നത്. ഈ ഒരു വലിയൊരു സൈക്കിള് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആദ്യം മുതൽ അവസാനം വരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് നടന്നുകൊണ്ടേയിരിക്കും, അവസാനം വരെ നടക്കും. അത് നടക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്. നമ്മളതിൽ ഒരിക്കലും നിരുത്സാഹപ്പെട്ട് തളർന്നു പോകരുത്. അപ്പോൾ നമ്മൾ എന്ന് ജനിക്കണമെന്ന് തീരുമാനിച്ചത് ദൈവം, നമ്മൾ എന്ന് അവനെ അറിയണമെന്ന് തീരുമാനിച്ചത് ദൈവം, നമ്മൾ എന്ന് മരിക്കണമെന്ന് തീരുമാനിക്കുന്ന ദൈവം. എവിടെ? ഭൂമിയിൽ മരിക്കുന്നത്. പക്ഷെ പാറ്റിക്കളഞ്ഞ് കത്തിച്ച ആ ചാഫിനെ പോലെയല്ല, പക്ഷെ ആ വിത്ത് വളർന്ന് റെവലേഷൻ 22-ലും പറയുന്ന പോലെ ആ ഫലം നമുക്ക് നിത്യാന്തരം ഭക്ഷിക്കാനുള്ള യോഗ്യത ദൈവം നമുക്ക് നൽകി. ആ വലിയനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഓരോ ട്രാൻസ്ഫോർമേഷൻ സൈക്കിൾ വരുമ്പോഴും നമ്മൾ തളർന്നു പോകാതെ നമുക്ക് അവനിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട്, ഈ നദിയിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട്, നമ്മൾ പല പാട്ടുകളുണ്ടല്ലോ, ട്രാൻസ്ഫോമേഴ്സ് ഡേ ബൈ ഡേ. നമ്മൾ തളർന്നു വീഴുമ്പോൾ ശക്തി നൽകുക എന്ന് പറയുന്ന പോലെ തന്നെ ദൈവത്തിന്റെ ആരാധന ആലയത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ ഈ സാംസ് 1 നമ്മുടെ മുമ്പാകെ വീണ്ടും വീണ്ടും വന്ന് നമ്മുടെ പ്രതിബിംബം കണ്ടുകൊണ്ട് നമ്മൾ അവന്റെ മുമ്പാകെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നമുക്ക് അവന്റെ ആലയത്തിലോട്ട് പ്രവേശിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനം ഓർപ്പിച്ച സത്യങ്ങളിൽ ഓർക്കാം. പൂർണ്ണ ഉദാഹരണമായിട്ട് കർത്താവായ യേശുക്രിസ്തു നമുക്ക് മാതൃകയായി ഉണ്ടല്ലോ. നമ്മൾ ദൈവം പിതാവ് നമ്മളെ നട്ടു, ആറ്ററിയത്തിൽ തന്നെ നട്ടു. ഫലം കായ്ക്കാൻ മാത്രം, ഫലം കായ്ക്കാതിരുന്നാൽ അതിനെ വെട്ടി ഒതുക്കി ഏറെ ഫലം കായ്ക്കാൻ വേണ്ടി പിതാവ് ചെത്തി നമ്മളെ കുറെ കൂടെ ഫലം കായ്ക്കുന്നവരായിട്ട് മാറ്റി തീർക്കുന്ന അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പലർക്കും അനുഗ്രഹമായി തീരാൻ അറ്ററിയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ മുന്തിരിവള്ളിയുടെ ശാഖയായിരിക്കുമ്പോൾ, ആ ശാഖയോട് ഇണഞ്ഞിരിക്കുമ്പോൾ മാത്രമേ ഫലം കായ്ക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കായ്ക്കാൻ സാധിക്കുന്നില്ല. കർത്താവിന് ഇണഞ്ഞിരുത്തുമ്പോൾ, അവനിൽ വിശ്രമിക്കുമ്പോൾ നമുക്ക് ഏറെ ഫലം നമ്മുടെ ജീവിതങ്ങൾ കൊണ്ടുവരും. അല്ലെങ്കിൽ അത് കർത്താവ് വെട്ടി കളഞ്ഞ് കത്തിച്ച് കളയുന്ന പറയുന്നത്. അപ്പോൾ നമ്മളെ കർത്താവ് ആക്കിയിരിക്കുന്ന ഫലം കായ്ക്കാൻ വേണ്ടിയാണ്. നമ്മൾ ആ ദുഷ്ടന്മാരെ പോലെ ആയിത്തീരുന്നത്, അത് പാറ്റി കളയുന്ന
കാറ്റത്ത് പറന്നു പോകുന്നത്, അതിനെ എവിടെ പോയി എത്തിച്ചേരുമെന്ന് അറിയത്തില്ല. അവസാനമായിട്ട് അത് കത്തിക്കിൻ്റെ നിലയിലേക്കാണ് പോകുന്നത്. നമുക്കൊരു ജീവിക്കുന്ന ഫലം, ജീവനുള്ള നദിയുടെ ഭാഗത്തേക്ക് നമ്മളെ നിർത്തിയിരിക്കുക കർത്താവ്. നമുക്ക് ഒരു സംശയമില്ല, കർത്താവ് ഫലം കായ്ക്കാനുള്ള എല്ലാ ശക്തിയും അവിടെ ഉണ്ട്. അതിനകത്ത് ഒരു കുറവുമില്ല. ഏറെ ഫലം കായ്ക്കണം. കർത്താവ് പറഞ്ഞു, ഇത് കണ്ട് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും പറയും. ദൈവത്തെ മഹത്വപ്പെടണം. കർത്താവേ, അങ്ങ് എന്തൊരു വില കൊടുത്താണല്ലോ ഞങ്ങൾക്ക്. മരിച്ചാണല്ലോ ഞങ്ങളെ നട്ടത്. അങ്ങ് മരിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ജീവൻ ലഭിക്കത്തില്ല. ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകാതെ കർത്താവെ അത് ഫലം കായ്ക്കത്തില്ല. ഞങ്ങൾക്ക് വേണ്ടി ഒരിക്കലായിട്ട് സ്വർഗം വിട്ട് വന്ന് മരിച്ചാണല്ലോ ഞങ്ങൾക്ക് ജീവൻ തന്നത്. അത് ഞങ്ങൾക്ക് ജീവൻ തന്നപ്പോൾ ഞങ്ങളും പലർക്കും ഞങ്ങളുടെ ജീവിതങ്ങൾ കൂടെ യാഗമായി തീർന്ന് ഫലമുണ്ടാക്കണമെന്നാണല്ലോ അങ്ങ് ആഗ്രഹിക്കുന്നത്. കർത്താവേ, അത് ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ, ആ ഉദ്ദേശത്തിൽ ഞങ്ങൾ പരാജയപ്പെടാതെ പടുത്താതെ ജീവിക്കാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുറവുകളെ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങേ വിട്ട് അങ്ങയില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കത്തില്ല. അങ്ങേന്ന് ഞങ്ങൾ ശാഖ മുറിഞ്ഞു പോയാൽ ഞങ്ങളത് കത്തിച്ച് കളയാൻ മാത്രമേ ഞങ്ങൾ യോഗ്യരായിത്തീരും. ദൈവമായ കർത്താവ് അങ്ങനെ ആയിത്തീരാതെ കർത്താവ് മാത്രം ഇണഞ്ഞു നിൽക്കാൻ, കർത്താവെ നിത്യമായിട്ടുള്ള ഒരു സ്ഥാനത്തേക്കാണല്ലോ ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്. നിത്യ ദിശയിലേക്കാണല്ലോ ഞങ്ങളെ നയിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഒരു നിത്യതയെ ഞങ്ങൾ ഭാവിയിൽ കണ്ടിട്ടാണ് ആ ഉദ്ദേശം ഞങ്ങൾ അങ്ങ് കൊടുത്ത വിലയെ ഞങ്ങൾ മറന്നു പോകാതെ, ജീവനെ കൊടുത്ത് ഞങ്ങളെ രക്ഷിച്ച കർത്താവെ, അങ്ങ് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നപ്പോൾ കർത്താവ് എന്തുമാത്രം മരണത്തോടും താന്നാണല്ലോ ഞങ്ങളെ വീണ്ടെടുത്തത്. അങ്ങേക്കത് എളുപ്പമല്ലായിരുന്നു. അങ്ങ് തോട്ടത്തിൽ കടന്നുപോയ വിധയെ ഞങ്ങൾ ഓർക്കുന്നു. ഈ വിധയെ ഓർത്തപ്പോൾ അങ്ങേക്ക് തന്നെ താങ്ങാൻ വയ്യാതെ നിലയിലായിരുന്നു. ഇത്ര വലിയ വില കൊടുത്താണ് ഞങ്ങളെ വാങ്ങിച്ചു. ഞങ്ങളത് ലക്ഷ്യമായിട്ട് എടുക്കാം. കർത്താവെ, ഞങ്ങൾ വളരെ നന്ദിയുള്ളവരായിട്ട്, താഴ്മ ഉള്ളവരായിട്ട്, കർത്താവെ അങ്ങോട്ട് വിളിച്ച് വില കൊടുത്തത് ഞങ്ങൾ കാറ്ററിയത്തിൽ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ആയിത്തീരാണല്ലോ ഞങ്ങളെ കുറിച്ച് വലിയ ഒരിക്കലും കളയാൻ. കർത്താവെ, എല്ലാ മുഖാന്തരങ്ങളും തന്നിട്ടുണ്ട്. അങ്ങ് ജീവനുള്ള വചനത്തെ തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞങ്ങളെ വസിക്കാനുള്ള, ഞങ്ങളെ ബലപ്പെടുത്താനും ജീവനും ഭക്തിക്കൊക്കെ എല്ലാം തന്നിട്ടുണ്ട്. കർത്താവെ, ഇതെല്ലാം തന്നിട്ട് ഞങ്ങളത് കളയാതെ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. പല സമയത്ത് ഞങ്ങൾ അങ്ങയെ വിഷമിപ്പിച്ചിട്ടുണ്ട്. കർത്താവെ, ഞങ്ങളെ ക്ഷമിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും ഈ വെളിച്ചം കണ്ടവർ ഞങ്ങൾ ഇരുളിലേക്ക് പോകാതെ കാത്തു സൂക്ഷിക്കണമേ. പിശാച് ഓടി നടക്കുക. ഞങ്ങളെ എങ്ങനെ ഏത് വിധമായിട്ട് ഞങ്ങളെ കർത്താവ് അവന്റെ പക്കത്തിലേക്ക് വിളിക്കാനും ഞങ്ങളുടെ ജീവിതത്തെ പരാജയപ്പെടുത്താനും അവൻ നോക്കി നടക്കുക. അവൻ ഇടം കൊടുക്കാതെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ശക്തനാ കർത്താവേ, അങ്ങ് ശക്തനാ. അങ്ങയുടെ ശക്തിയിൽ ജീവിക്കാൻ സാധിക്കും കർത്താവേ. ആ ശക്തി ഞങ്ങൾ തുടർന്ന് ഞങ്ങൾ പ്രാപിച്ച് ഞങ്ങൾ സങ്കീർത്തനത്തിൽ ഓർത്തപോലെ ദ കിങ്, രാജാവ് അങ്ങയുടെ ശക്തിയിൽ ആനന്ദിക്കുന്നു എന്ന് പറയുന്ന പോലെ അങ്ങയുടെ ശക്തിയിൽ ആനന്ദിച്ച് കർത്താവെ ഞങ്ങൾ ജീവിക്കാൻ വരും ദിവസങ്ങളും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവേ, നല്ലതിന് പ്രാർത്ഥന കേട്ടു മഹത്വം എടുക്കണമേ. തൻ്റെ മകനെ അങ്ങ് വചനം കൊടുത്തതിന് വേണ്ടി സ്തുതിക്കുന്നു. ഓർത്തിച്ച സത്യങ്ങൾക്ക് വേണ്ടി സ്തോത്രം. അവരെ ഓർക്കണമേ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ സ്തോത്രത്തോടെ അപേക്ഷിക്കുന്നു പിതാവേ. ദൈവത്തിന്റെ സ്നേഹം, പുത്രന്റെ കൃപയും പരിശുദ്ധ
പരിശുദ്ധാത്മാവിടെ കൂട്ടായ സഹവാസവും കേട്ട വചനങ്ങളുടെ മേലും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ഇപ്പോഴും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ.